ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത്. ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? അങ്കമട്ടഹാസം എന്ന സിനിമ മെയ് 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിന്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ, അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? പറഞ്ഞു. എന്താ പറഞ്ഞു? മലങ്കൾട്ട് ഈസ് മലങ്കൾട്ട്, പ്യുവർ മലങ്കൾട്ട്. അതിലൊരു എണ്ണം പറഞ്ഞ മലങ്കൾട്ടാണിത്. ഞങ്ങളൊന്നൊരെണ്ണ ഘണ്ടകളല്ല. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു മലങ്കൾട്ട് സാധനമാണ്. മലങ്കൾട്ട് സാധനം. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവനെ കൊണ്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? സ്ലാഷർ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് വലിയൊന്നും തോന്നൂല. കാരണം മൈദ ഒട്ടിച്ചിട്ട് പൊറോട്ടയ്ക്ക് വരിയും പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുക. അതിന്റെ മുകളിൽ കുറച്ച് ബ്ലഡ് സ്റ്റെയിൻ ആക്കിയ പോലെ ഫീൽ ചെയ്യുക. നിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഷൈൻ ടോം ചാക്കോ തോക്കെടുത്തിട്ട് ചൈന ഭാഷ പറയുന്നോടാ. അപ്പൊ ഇത് അതിന് മാധവ് സുരേഷിനെ പറയും. മാധവ് സുരേഷിനെ കിട്ടിയിട്ട് ഇതിൽ അദ്ദേഹത്തിന് മാക്സിമം ഡയലോഗ്സ് കുറച്ച് കൊടുത്ത ഡയറക്ടർ ബില്യൻസ് ഉണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്നിട്ട് ഇവനെ കേട്ടിട്ട് പറയാ, ആണുങ്ങളെ പോലെ അടിക്കടോ, കെട്ടഴിച്ചിട്ട് അടിക്കടോ, ഇതാണോടാ ഓണത്തും. അപ്പൊ ഇവൻ അടിച്ചങ്ങ് ചോര തുപ്പിച്ച് കളയും. ഹൈലി സാറ്റിസ്ഫൈഡ്. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നതെന്ന് പറയണം സാർ. ചൂട്ടും കത്തിച്ച് പുരപ്പുറത്തുകാരി ഇരിക്കവൻ ഇവനെ കണ്ടാ ചിരി വരൂലേ. എന്ത് അത് മാധവ് സുരേഷ്. ഇവന്റെ റിഡംഷൻ ഒക്കെ ഉണ്ട്. ചാക്കോച്ചന്റെ മറ്റേ പാട്രിയറ്റ് റിഡംഷന് ശേഷം, ശോശങ്ക് റിഡംഷന് ശേഷം മാധവ് സുരേഷിന്റെ റിഡംഷനാണ് ഇതിന്റെ അകത്ത്. അത് ഈ അടുക്കള പാർട്ടീസിന്റെ ഗോസിപ്പാ. ഒരാളിന്റെ കഴിവിനെ ബഹുമാനിക്കാൻ പഠിക്കണം. അത് മലയാളീസിന് ഇല്ലല്ലോ. പുള്ളി പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചവിട്ടുക, മറിയ, ചാടി വീഴുക. ആ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യണ്ടല്ലോ. ഇവിടെ നോക്ക് മരണായിരിക്കും. അദ്ദേഹം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കിയ ഒരു സിനിമയുടെ തിരിച്ച് കളക്ഷൻ, അതായത് ആൾക്ക് റിട്ടേൺസ് കിട്ടേണ്ട ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും അതിനെ മുടക്കുന്ന രീതിയിലായിരുന്നു ഈ റിവ്യൂസ് വന്നത്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത്. ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? അല്ലാതെ ഒരു പ്രേക്ഷകൻ എന്റെ പെർഫോമൻസോ അല്ലെങ്കിൽ സിനിമയുടെ ഔട്ട്പുട്ടിനെയോ കണ്ടിട്ട് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വിലയിരുത്തിയോണ്ടല്ല നമ്മൾ ഇരുന്ന് പറയുന്നത്. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. എനിക്കൊരു പരിധി കൂടുതൽ ഈ വ്ളോഗേഴ്സിന്റെ പേരെടുത്ത് പറയുന്നതിൽ ഇഷ്ടമല്ല. ബിക്കോസ് എന്റെ ഈ സിനിമ മാത്രമല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമ ഒരു കാര്യമില്ല. അത് കാശ് വാങ്ങിയോ കാശ് വാങ്ങാതെയോ എന്തൊക്കെയോ കാരണം കൊണ്ട് അവരുടെ പേഴ്സണൽ അജണ്ട വെച്ചിട്ടായിരിക്കും. ഞങ്ങൾ അങ്ങനെ നുണയൊന്നും പറയുന്ന പാർട്ടീസ് അല്ല. ഭയങ്കര ഇറ്റ് ഡസന്റ് സൗണ്ട് ലൈക്ക് ക്രിറ്റിസിസം ഓർ നെഗറ്റീവ് റിവ്യൂ. ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന പോലെയാണ് പറഞ്ഞു കളയുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഫെയർ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അഗൈൻ നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം. യു കനോട്ട് കംപ്ലീറ്റ്ലി കിൽ ഓഫ് സംവൺസ് വർക്ക്. ഞാൻ കളി വിട്ട്. എന്ത്? നിങ്ങൾ എനിക്കിട്ട് ചാമ്പ്യാന്ന് എനിക്ക് മനസ്സിലായി.